ഗവൺമെന്റ് മെഷീനറി അന്ന് ആവുന്നതെല്ലാം ചെയ്തിരുന്നു യുവർ ലോർഡ്ഷിപ്പ്. അന്ന് അവിടെ ഉണ്ടായിരുന്നത് ആ സ്ട്രീറ്റിൽ മാത്രം 10,000-ഓളം പ്രകടനക്കാരാണ്. ചെറുതും വലുതുമായ 100 കണക്കിന് വാഹനങ്ങൾ. അങ്ങനെ ഒരു ക്രൗഡിനെ കൺട്രോൾ ചെയ്യുക ഇറ്റ് വാസ് എ ഫിസിക്കലി ഇംപോസിബിൾ ടാസ്ക്. ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർക്ക് നോട്ടീസ് കൊടുത്തിരുന്നു. വേണ്ടതെല്ലാം ചെയ്യാൻ പറഞ്ഞിരുന്നു. ചീഫ് സെക്രട്ടറി അന്ന് കൊടുത്ത നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടുവെന്ന് താങ്കൾ ഉറപ്പുവരുത്തിയിരുന്നു? യുവർ ലോർഡ്ഷിപ്പ്, വളരെ കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് ഞാൻ ഈ കാര്യത്തിൽ കൊടുത്തിരുന്നതാണ്. കേരളത്തിലെ 14 ജില്ലകളുടെയും ചുമതലയുള്ള ആളാണ് ഞാൻ. ഒരു ജില്ലയിലെ പ്രകടനം മാത്രമല്ല എനിക്ക് നോക്കേണ്ടത്. ഐ ഹാവ് 100 തിങ്സ് ടു ടേക്ക് കെയർ ഓഫ്. നമ്മളിപ്പോ സംസാരിക്കുന്നത് ആ പ്രകടനത്തിനിടയിൽ ഒരു കുട്ടി മരിച്ച സാഹചര്യത്തെ കുറിച്ചാണ്. ഈ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. ഈ പ്രകടനവുമായി ബന്ധപ്പെട്ട് കലക്ടർക്ക് ചീഫ് സെക്രട്ടറിയുടെയും IB-യുടെയും റിപ്പോർട്ട്സ് കിട്ടിയിരുന്നു? യെസ്, ഞാൻ പിറ്റേന്ന് തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. ആ ദിവസം ട്രാഫിക് തടസ്സപ്പെടുത്തരുതെന്ന് ഞാൻ പോലീസിന് വ്യക്തമായ നിർദ്ദേശം കൊടുത്തിരുന്നു. എന്നിട്ട് അങ്ങനെയല്ലല്ലോ കളക്ടർ സംഭവിച്ചത്. നിങ്ങൾ കൊടുത്തു എന്ന് പറയുന്ന ഏതെങ്കിലും നിർദ്ദേശം നടപ്പാക്കപ്പെട്ടോ? നിങ്ങൾ ഈ ജില്ലയുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയാണെന്ന് ഓർക്കണം. കൗൺസിൽ സിദ്ധാർത്ഥ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്തരം ഒരു വലിയ ജനക്കൂട്ടത്തെ കൺട്രോൾ ചെയ്യുക, ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ നോക്കുക, എല്ലാം സുഗമമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. പ്രകടനം നടന്ന ദിവസം ജനജീവിതത്തെ അത് ബാധിക്കാതിരിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ എന്ന നിലയ്ക്ക് താങ്കൾ എന്താണ് ചെയ്തത്? യുവർ ലോർഡ്ഷിപ്പ്, അന്ന് രാവിലത്തെ എല്ലാ പത്രങ്ങളിലും ഈ പ്രകടനത്തെ പറ്റി വാർത്തയുണ്ടായിരുന്നു. കഴിവതും ഒന്ന് ഉച്ചയ്ക്ക് ശേഷം സിറ്റിയിലേക്ക് ഇറങ്ങരുതെന്നും, അഥവാ ഇറങ്ങിയാൽ തന്നെ ബ്ലോക്കിൽ പെടാതെ പോകാവുന്ന റോഡുകൾ ഏതൊക്കെയെന്നും ക്ലിയർ ആയി പത്രങ്ങളിൽ കൊടുത്തിരുന്നു. വളരെ ക്ലിയർ ആയി. ബ്ലോക്കിൽ പെടാതെ പോകാവുന്ന റോഡുകൾ അല്ലേ? ഒരിടത്ത് വാട്ടർ അതോറിറ്റി കുറെ ആഴ്ചകളായി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന കിണറിന്റെ ആഴമുള്ള കുഴികൾ, മറ്റൊരു റോഡിൽ ഒരു കാൽനടക്കാരന് പോലും സഞ്ചരിക്കാനാവാത്ത വിധത്തിലുള്ള ഗട്ടറുകൾ, ഇതൊക്കെയാണോ കമ്മീഷണർ പൊതുജനം ഉപയോഗിക്കേണ്ട വഴികൾ? അല്ലാതെ മറ്റെന്ത് ഓപ്ഷനായിരുന്നു വേണ്ടത്? ഗവൺമെന്റ് ലീഡർ, ലെറ്റ് ഹിം കംപ്ലീറ്റ്. സാധാരണഗതിയിൽ വെറും 15 മിനിറ്റ് കൊണ്ടെത്താവുന്ന ഹോസ്പിറ്റലിൽ അന്ന് ആര്യ എത്തിക്കാൻ 50 മിനിറ്റ് എടുത്തു. സീരിയസ് ആയി കൊണ്ടുപോകുന്ന ഒരു രോഗിയെയോ ഒരു ആക്സിഡന്റ് വിക്ടിമിനെയോ ഈ പറഞ്ഞ ഊടുവഴികളിലൂടെ കൊണ്ടുപോകണമായിരുന്നോ കമ്മീഷണർ? അതിനുള്ള സഹായം പോലും നിങ്ങളുടെ പോലീസിന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് സിറ്റിയുടെ പോലീസ് കമ്മീഷണർ ഇരിക്കുന്നത്? യുവർ ലോർഡ്ഷിപ്പ്, he has no right to talk to my client like this. I do have madam government leader. അന്നും വഴിയിൽ കിടന്ന് മരിച്ച ആര്യയുടെ കുടുംബത്തോട് മാത്രമല്ല, ഈ ജില്ലയിലെ എല്ലാ ജനങ്ങളോടും ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. നിങ്ങളുടെ പോലീസ് ഫോഴ്സിന്റെ അനാസ്ഥ, that's the single most important reason for Arya's death. കമ്മീഷണർ, താങ്കൾ സാധ്യമായതെല്ലാം ചെയ്തു എന്ന് പറയുന്നു. Am I right? യെസ് യുവർ ലോർഡ്ഷിപ്പ്. ഓക്കെ. ആര്യ എന്ന പെൺകുട്ടിയുടെ മരണത്തെക്കുറിച്ച് താങ്കൾ പിന്നീട് അന്വേഷണം നടത്തിയോ? ഇല്ല. വൈ? അതേക്കുറിച്ച് പരാതിയൊന്നും കിട്ടിയിരുന്നില്ല. താങ്കളുടെ ഡിസ്ട്രിക്റ്റിൽ താങ്കളുടെ കീഴിലുള്ള പോലീസിന്റെ കൺമുന്നിൽ വെച്ച് നടന്ന ഒരു മരണം ഒരു പരാതി കിട്ടിയല്ലാതെ അന്വേഷിക്കില്ല? യുവർ ലോർഡ്ഷിപ്പ്, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ പോസ്റ്റ്മോർട്ടം ഇതൊക്കെ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ. ഡിഡ് യു മേക്ക് എ ഡീറ്റെയിൽഡ് എൻക്വയറി? യു മേ പ്ലീസ് സ്റ്റെപ്പ് ഡൗൺ. നെക്സ്റ്റ് വിറ്റ്നസ്. താങ്കളല്ലേ സംഭവം നടന്ന ദിവസം അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്? അതെ. താങ്കൾ എന്തുകൊണ്ടാണ് ആര്യയെ കൊണ്ടുവന്ന കാർ കടത്തിവിടാൻ നടപടിയെടുക്കായിരുന്നത്? എന്റെ കൂടെ ഉണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ സാബുനെ ഞാൻ കാർ നടത്തി വിട്ടിരുന്നു. ഒരു ഇഞ്ച് പോലും അനക്കാൻ കഴിയാതെ കിടക്കുന്ന ഒരു കാർ എന്ത് മാജിക് കാണിച്ച് അയാൾ കടത്തിവിടുമെന്നാണ് താങ്കൾ വിചാരിച്ചത്? മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, 1997 ഒരു ഹൈക്കോടതി വിധിയുണ്ട്, ഫുൾ ബെഞ്ചിന്റെ വിധി, പീപ്പിൾസ് കൗൺസിൽ ഫോർ സോഷ്യൽ ജസ്റ്റിസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അറിയാമോ അതേപറ്റി? ഇത്തരം ഒരു പ്രകടനം നടക്കുമ്പോൾ എല്ലാ 10 മിനിറ്റിലും പ്രകടനക്കാർ വഴിമാറി ജനങ്ങൾക്ക് കടന്നു പോകാൻ അവസരം നൽകണമെന്നാണ് ആ വിധി. അതവർ ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് പോലീസാണ്. അത് നടപ്പാക്കാൻ തടസ്സം നിൽക്കുന്നവരെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. ഡു യു നോ ദാറ്റ്? എല്ലായ്പ്പോഴും അത് നടപ്പാക്കാൻ പറ്റിയെന്ന് വരില്ല കൗൺസിൽ സിദ്ധാർത്ഥ്. അത്തരമൊരു സാഹചര്യത്തിൽ ആ കാർ കടത്തിവിടാൻ ആവുമായിരുന്നില്ല. ആകുമായിരുന്നു. ഈ നിൽക്കുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആകുമായിരുന്നു. What was he supposed to do? ആ പ്രകടനക്കാരോട് ഒരു 5 മിനിറ്റ് മാറി നിന്ന് വഴി തരാൻ പറയണമായിരുന്നു. Unfortunately, he didn't do it. Senior Civil Police Officer K. Unnikrishnan, you need to give a proper explanation for this. കോടതിക്കുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? ചില കാര്യങ്ങളിൽ നിങ്ങൾക്കുള്ള നിസ്സംഗത ഇപ്പോഴും തുടരുന്നു എന്നുള്ളതിന് തെളിവാണിത്. കോടതി പിരിയും വരെ യു ഗോ ആൻഡ് സ്റ്റാൻഡ് ദാറ്റ് കോർണർ. Is your health all right? കുഴപ്പമില്ല യുവർ ലോർഡ്ഷിപ്പ്.
മിസ്റ്റർ കെ ടി ചന്ദ്രശേഖർ, താങ്കൾ റാലി നടത്തിയ ആ ദിവസം ഒരു പെൺകുട്ടി മരിച്ചു എന്ന കാര്യം എപ്പോഴാണ് അറിഞ്ഞത്? കുറച്ചു ദിവസം കഴിഞ്ഞ്, എന്ന് വെച്ചാ ഒരു 6-7 ദിവസം. ശരി. ആര്യ മരിച്ചതിന്റെ 3-ാം ദിവസം ആ വാർത്ത അറിഞ്ഞ് താങ്കൾ ഞെട്ടി എന്ന് പത്രത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ചോദിച്ചത്. എന്റെ കക്ഷി ഒരു പൊതുപ്രവർത്തകനാണ്. ദിവസവും 100 കണക്കിന് പേരെ കാണും, പൊതുചടങ്ങിൽ പങ്കെടുക്കും. അല്പം ഓർമ്മപ്പിശകൊക്കെ ഉണ്ടാകാം, അതൊരു ഇഷ്യൂ ആക്കണ്ട. ആക്കുന്നില്ല മൈ ലേണർ ഫ്രണ്ട് ഷഫീർ. അന്ന് ഇദ്ദേഹം നടത്തിയ റാലി കാരണമാണ് ബ്ലോക്ക് ഉണ്ടായത്. അത് കാരണമാണ് ആര്യ മരിച്ചത്. അതാണ് ഇഷ്യൂ. ഒരു റാലി നടന്നു, അതിനിടയിൽ ഒരു കുട്ടി മരിച്ചു, ശരിയാണ്. പക്ഷെ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കെ ടി ചന്ദ്രശേഖരനാണെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് എന്റെ കക്ഷി. അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് ശരിയാണോ? സച്ച് കമന്റ്സ് ഷുഡ് നോട്ട് ബി അലൗഡ് ഓൺ ദ ഫ്ലോർ ഓഫ് ദ കോർട്ട്, യുവർ ലോർഡ്ഷിപ്പ്. അന്ന് റാലി നടത്താൻ നിങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ അനുവാദം വാങ്ങിയിരുന്നോ? ഞാൻ നടത്തിയ 14ാമത്തെ റാലി അത്. ഓരോ പ്രാവശ്യവും അതാത് ജില്ലയിലെ ഭരണാധികാരികളുടെ അനുവാദവും വാങ്ങിയിട്ടുണ്ട്. അതിന്റെ കോപ്പി അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്, യുവർ ലോർഡ്ഷിപ്പ്. വക്കീലെ, ചീഫ് സെക്രട്ടറി കളക്ടറോട് പറഞ്ഞു, കളക്ടർ പോലീസ് കമ്മീഷണറോട് പറഞ്ഞു. ഇവർക്കൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഞാൻ എങ്ങനെ ശരിയാക്കണമായിരുന്നു? അതെന്റെ ജോലിയല്ല. ആണ് മിസ്റ്റർ കെ ടി ചന്ദ്രശേഖർ. താങ്കളുടെ പ്രവർത്തകരിൽ ഒരാളെങ്കിലും വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ആര്യ നമുക്കൊപ്പം ഉണ്ടാകുമായിരുന്നു. യുവർ ലോർഡ്ഷിപ്പ്, അതൊരു ഐസൊലേറ്റഡ് ഇൻസിഡന്റ് ആണ്. അതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം. ഒരു ഐസൊലേറ്റഡ് ഇൻസിഡന്റ്. ഏതോ ഒരു കുട്ടി നഷ്ടം ആ കുട്ടിയുടെ കുടുംബത്തിന് മാത്രമാ. യുവർ ലോർഡ്ഷിപ്പ്, ലക്ഷക്കണക്കിന് പ്രവർത്തകരുള്ള ഒരു പാർട്ടിയാണ് എന്റേത്. ഒരാൾ ബ്ലോക്കിൽപ്പെട്ട് മരിക്കുമെന്ന് മുൻകൂട്ടി കണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇതുപോലുള്ള സുപ്രധാന സമ്മേളനങ്ങൾ മാറ്റാനാവില്ല. അത് ഞങ്ങളുടെ അവകാശമാണ്. ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ എന്റെ ജോലിയുടെ തന്നെ ഭാഗമാണ് ഇത്തരം സമ്മേളനങ്ങൾ. വക്കീലിപ്പോ പറഞ്ഞ കാര്യങ്ങൾ ജനാധിപത്യത്തിന് നിരക്കുന്നല്ലോ. ഇതാണോ ജനാധിപത്യം? 100 കണക്കിന് മനുഷ്യർ റോഡിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ഒരു തടസ്സവുമില്ലാതെ താങ്കൾ സഞ്ചരിച്ച വാഹനം കടന്നു പോകുന്നു. ആ വാഹനം കടത്തിവിട്ട അതേ അണികൾ പൊതുജനങ്ങളെ മണിക്കൂറുകളോളം ബന്ദികളാക്കുന്നു. പോലീസ് അത് കൈയും കെട്ടി നോക്കി നിൽക്കും. താങ്കൾ പറഞ്ഞല്ലോ താങ്കളുടെ ജോലിയുടെ ഭാഗമാണ് ഇത്തരം റാലികളെന്ന്. അവിടെ കുടുങ്ങിക്കിടക്കുന്ന എല്ലാവരും ഓരോരോ ജോലികൾ ചെയ്യുന്നവരാണ് മിസ്റ്റർ കെ ടി ചന്ദ്രശേഖർ. താങ്കൾ ചെയ്യുന്നതിനൊപ്പമോ അതിനേക്കാൾ വലുതുമായ ജോലി ചെയ്യുന്നവർ, അവരെ തടഞ്ഞു നിർത്താൻ താങ്കൾക്ക് എന്ത് അവകാശം? അതോ താങ്കൾ ഇപ്പോൾ പറഞ്ഞ ജനാധിപത്യത്തിൽ ഇതും പെടുവോ? യുവർ ലോർഡ്ഷിപ്പ്, ദ മൈനോറിറ്റി കനോട്ട് ഹോൾഡ് എ മജോറിറ്റി ടു റാൻസം. ആ നിയമത്തിന്റെ ക്ലിയർ വയലേഷനാണ് അന്ന് അവിടെ നടന്നത്. അണികളെ ആവേശം കൊള്ളിക്കുന്ന വാക്കുകൾ മാത്രം പോരാ പ്രസംഗത്തിൽ, അവരുടെ രക്തം തിളയ്ക്കുന്ന വാചകങ്ങളും പോരാ. ഒരു പ്രകടനം നടത്തുമ്പോൾ അത് സാധാരണ ജനങ്ങളെ ബാധിക്കരുത് എന്നൊരു ഉപദേശം അവർക്ക് കൊടുക്കണം, ഒരു തവണയെങ്കിലും. മിസ്റ്റർ കെ ടി ചന്ദ്രശേഖർ, യു മേ സ്റ്റെപ്പ് ഡൗൺ. താങ്കൾ എത്ര മണിക്കാണ് ആര്യയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത്? ഏകദേശം 5 മണിക്ക്. എന്തായിരുന്നു താങ്കളുടെ ഫൈൻഡിങ്സ്? തലയ്ക്കുള്ളിൽ ബ്ലീഡിംഗ് ആയിരുന്നു, സബ്ഡ്യൂറൽ ഹീമറ്റോമ. ചെറുതോ വലുതോ? വലുത്, മാസീവ്. ഈ ബ്ലീഡിംഗ് ആയിരുന്നോ മരണകാരണം? അതെ. ഉറപ്പാണോ? അതെ. ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായാൽ എന്താണ് ട്രീറ്റ്മെന്റ്? എമർജൻസി സർജറി, അതല്ലാതെ മറ്റ് ഓപ്ഷൻസ് ഒന്നുമില്ല. ഈ കുട്ടിയെ 15 മിനിറ്റ് നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താനാവുമായിരുന്നു? അതെനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. വൈ? ഓപ്പറേഷൻ നടത്തിയിരുന്നെങ്കിൽ ആ കുട്ടിയെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്നെനിക്ക് ഉറപ്പില്ല, അതുകൊണ്ട് തന്നെ. That's all, your lordship. ഡോക്ടർ പ്രകാശ് മാത്യു, താങ്കൾ ഇപ്പോൾ പറഞ്ഞത് സ്വന്തം അഭിപ്രായമാണോ അതോ മറ്റു വല്ലവർക്കും വേണ്ടിയുള്ളതാണോ? Don't talk to me like that, advocate. Please. ഡോക്ടർ, ഒരൊറ്റ ചോദ്യം. ആര്യ എന്ന കുട്ടി മരിച്ചത് ചികിത്സയിലുണ്ടായ താമസം കൊണ്ടാണോ? ആയിരിക്കാം, അല്ലായിരിക്കാം. കൗൺസിൽ സിദ്ധാർത്ഥ്, ഡോക്ടറുടെ മൊഴി വളരെ ക്രൂഷ്യലാണ്. മരണം നടന്നത് ഹോസ്പിറ്റലിൽ എത്തിക്കാനുണ്ടായ ഡിലേ കൊണ്ടാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാനാവുമോ? യുവർ ലോർഡ്ഷിപ്പ്, ഡോക്ടർ പറഞ്ഞത് ആര്യയുടെ മരണം സംഭവിച്ചത് ട്രീറ്റ്മെന്റിൽ
സാധാരണഗതിയിൽ അച്ഛൻ്റെ ബോൺമാരോ മകനോ മകൻ്റെ ബോൺമാരോ അച്ഛനോ മാച്ച് ആവാറില്ല. ഒരു സിബ്ലിംഗ് അല്ലെങ്കിൽ ഒരു മാച്ച്ഡ് അൺറിലേറ്റഡ് ഡോണർ അവർക്കാണ് സാധ്യത. പക്ഷെ അജയുടെ കേസിൽ ബോൺമാരോ മാച്ചിങ് ആണ്. നമുക്ക് സമയം കളയാനില്ല. എത്രയും പെട്ടെന്ന് ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം. ഓക്കെ? ഡോക്ടർ പറഞ്ഞോളൂ, എന്ന് ചെയ്യണം? ടുഡേ? നോട്ട് ടുഡേ, മേ ബി ഏർലി നെക്സ്റ്റ് വീക്ക്. അജയുടെ കുറച്ച് ടെസ്റ്റുകൾ കൂടി ചെയ്യാനുണ്ട്. ഓക്കെ ഡോക്ടർ. ഓക്കെ, താങ്ക്സ്. സി യു ഡോക്ടർ. ഞാൻ നേരത്തെ ഒരിക്കൽ രവിശങ്കറിനോട് സൂചിപ്പിച്ചതായിരുന്നു. ജസ്റ്റ് റിമൈൻഡിങ്, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാപ്ലോ ഐഡന്റിക്കൽ ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. ഇതെല്ലാ തവണയും സക്സസ്ഫുൾ ആവണമെന്നില്ല. പ്ലീസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അത് കുഴപ്പമില്ല ഡോക്ടർ. വിൽ ഗോ ഹെഡ്. ഗുഡ്, ദാറ്റ്സ് ദ സ്പിരിറ്റ്.